വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഒരു കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഒരു എന്താ പറയുക, ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ വെയിലത്ത് നല്ലോണം ഉണങ്ങിയൊക്കെ വേഗം കിട്ടും. അപ്പോൾ നമുക്ക് ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കണ്ടല്ലോ. ഓക്കെ, ഒരു വീഡിയോയിലേക്ക് പോവാം. ഈ കൊണ്ടാട്ടം ഉണ്ടാക്കാനായി ഒരു 250 ഗ്രാം നമ്മൾ സാക്കോ സീഡ്സ് അല്ലെങ്കിൽ ജൗവരി, നമ്മൾ സാബുദാന കേട്ടോ, അല്ലെങ്കിൽ അതിനെ ഒന്ന് കഴുകി നല്ലോണം 2-3 പ്രാവശ്യം അരിച്ച് തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ആക്ച്വലി ജൗവരിക്ക് നമുക്കൊരു 3-4 മണിക്കൂറൊക്കെ കുതിർന്നാൽ മതി. പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കണതുകൊണ്ട് തലേദിവസം ഇട്ടു എന്ന് മാത്രം. അതിലേക്ക് 1/4 കിലോന് 1 ലിറ്റർ വെള്ളം വേണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് എരിവ് ആവശ്യമുള്ള അനുസരിച്ച് പച്ചമുളക് ചതച്ചിടുക, 1 സ്പൂൺ ജീരകം ഇടുക കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിലേക്ക് ഒരു എന്താ പറയുക, ഒരു 2 സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കൂ. പിന്നെ അതിലേക്ക് കായം ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങനെ വിട്ടിട്ട് പോകരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ജൗവരി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുമാതിരി നല്ല ഗ്ലാസ് ടൈപ്പ് പോലെ ആവും, അതുപോലെ. ഓക്കെ, അത് കഴിഞ്ഞാൽ അത് വെന്തു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. പിന്നെ ഇതിന് നമ്മൾ തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പേ നമുക്കതിന് പപ്പടം ആക്കാം. അപ്പോൾ നമുക്കതിൻ്റെ പപ്പടം തയ്യാറാക്കാനായി ഒരു ട്രേയിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക കേട്ടോ. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് നമ്മൾ ആ ഒരു സ്പൂണ് കൊണ്ട് ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് കോരി ഒഴിക്കാം. ഓക്കെ, ഒഴിച്ചിട്ട് ചെറുതായി, അതായത് സൈസൊക്കെ വന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക കേട്ടോ. ചിലർ വലിയ സൈസിലുണ്ടാക്കും, ചെറുത് ഇതുപോലെ ചെറുതായിരിക്കും. അപ്പോൾ സൈസൊക്കെ അവനവന് തീരുമാനിക്കുക കേട്ടോ. ഇതെല്ലാം നമ്മൾ വെയിലത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അതിനെ നമ്മൾ ഉള്ളിൽ വെച്ച് തന്നെ അതിനെ എടുത്തിട്ട് പ്ലേറ്റിൽ ഒഴിച്ച ശേഷം അതിനെ ഒന്ന് വെയിലത്ത് കൊണ്ടുവയ്ക്കുക കേട്ടോ. എനിക്കിതപ്പോൾ ഇന്ന് 1/4 കിലോ ഉണ്ടാക്കിയതിൽ ഇതത്ര പപ്പടം കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. സോ ഇത് വന്നിട്ട് ഇത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഉണക്കാൻ വെച്ചിരിക്കണത്. ഓക്കെ, അത് ഉച്ചയാകുമ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊന്ന് പകുതി ഉണങ്ങി കഴിയുമ്പോൾ അതിനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, മറിച്ചിട്ട് കൊടുക്കുമ്പോൾ മറ്റേ സൈഡും കൂടി നന്നായിട്ട് ഉണങ്ങും. അതിപ്പോൾ വെയിലല്ലേ, അപ്പോൾ അടിപൊളിയായി ഉണങ്ങി കിട്ടും. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടി. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ജൗവരി പപ്പടം വറുക്കാം കേട്ടോ. സോ അതാ ഞാൻ ഇത് വറുത്തോണ്ടിരിക്കുകയാണ്. നന്നായി പൊന്തിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങണം കേട്ടോ, അല്ലെങ്കിൽ ജലാംശം ഉണ്ടെങ്കിൽ അറിയാമല്ലോ, എണ്ണയിലിടുമ്പോൾ നമുക്ക് പൊട്ടിത്തെറിക്കും. ഓക്കെ, സോ അത് ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. സോ ബാക്കിയുള്ളതും കൂടി ഞാൻ കുറച്ച് വറുത്തെടുക്കട്ടെ കേട്ടോ. നമുക്കിപ്പോൾ അടിപൊളി ജൗവരി പപ്പടം റെഡിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നമ്മൾ സാബുദാന, അതായത് ജൗവരിയുടെ പപ്പടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. സോ വറുത്തു, കഴിക്കാനും നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഉണ്ടായല്ലേ. അതും നമ്മൾ എണ്ണയിലിട്ട് കഴിയുമ്പോൾ അത് ആദ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ചെറിയ സൈസിലാണല്ലോ ഉണ്ടാക്കണം. പിന്നെ അത് വെയിലത്ത് വയ്ക്കുമ്പോൾ വീണ്ടും നല്ലോണം ഒന്ന് ചുരുങ്ങും. ഓക്കെ, ചുരുങ്ങി കഴിഞ്ഞിട്ട് നമ്മളത് എണ്ണയിലിടുമ്പോൾ വീണ്ടും അതിൻ്റെ ഡബിൾ സൈസാണ് ആവണം. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, കഴിക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ. ഹാപ്പി കുക്കിംഗ്.